ഇവിടെ പ്രേക്ഷകരെ, കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും അതിവേഗ റെയിൽപാത പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. പൊന്നാനിയിൽ സ്വന്തം നിലയ്ക്ക് തുറക്കുന്ന ഓഫീസിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. ശ്രീധരൻ വിളിച്ച മുൻ റെയിൽവേ ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തിയിട്ടുണ്ട്. പദ്ധതിക്ക് അനുമതി കിട്ടുമെന്നും ഒരാഴ്ചയ്ക്കകം ഉത്തരവ് പുറത്തിറങ്ങുമെന്നുമാണ് ഇ ശ്രീധരന്റെ വാദം. സോണൽ കൃഷ്ണ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട്. സോണൽ കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. ഒരു നല്ല ഓഫീസൊക്കെയാണ് എന്ന് തോന്നുന്നു. ഒരു ഓഫീസ് എന്തായാലും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആരാണ് ഈ ഓഫീസിൽ ഇരിക്കാൻ പോകുന്നത്? അവരുടെ കയ്യിൽ എന്തെങ്കിലും കടലാസുണ്ടോ ഇങ്ങനൊരു ഓഫീസ് തുറക്കുന്നതിന് വേണ്ടി DMRC ഉത്തരവ് നൽകിയതായിട്ടോ? അതല്ല, ഇനി ഓഫീസ് തുറന്നു കഴിഞ്ഞതിന് ശേഷം ഉത്തരവ് വരുമെന്നുള്ള പ്രതീക്ഷയിലാണോ ഈ ശ്രീധരൻ? എന്താണ് സംഭവിക്കുന്നത്? റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരാണോ അതല്ല ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥരാണോ? ഓഫീസൊക്കെ നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിച്ചോളൂ. അതിവേഗ റെയിൽ വന്നില്ലെങ്കിലും അതിവേഗ റെയിലിലുള്ള ഓഫീസ് വന്നിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് കാണാം. തീർച്ചയായിട്ടും അരുൺകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് DMRC ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന DMRCയുടെ ഇ ശ്രീധരൻ പറഞ്ഞ ഓഫീസ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇന്ന് ഏകദേശം 9-നും 9:30-ക്കും ഇടയിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബജറ്റിൽ ഈ അതിവേഗ റെയിൽവേയെ സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഇ ശ്രീധരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ചിത്രങ്ങളാണ് ഓഫീസിൽ പ്രധാനമായി വെച്ചിട്ടുള്ളത്. നിലവിളക്കുണ്ട്. ഏകദേശം ഉദ്ഘാടനം നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് തന്നെയാണ് ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക എന്നുള്ളതാണ് പ്രധാനമായി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇവിടെയുള്ളത് മുൻ റെയിൽവേ ഉദ്യോഗസ്ഥരായിട്ടുള്ള, അതായത് ഇ ശ്രീധരനൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള മുൻ റെയിൽവേ ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരൊക്കെ ആദ്യം തന്നെ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അല്പസമയത്തിനകം ഏകദേശം 9 മണിയോട് കൂടി ഇ ശ്രീധരനും ഈ ഓഫീസിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള ഭാഗമാണ് ഈ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതായത് ഏകദേശം ഒരു 50 മീറ്റർ മാത്രമേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഈ ഓഫീസിലേക്കുള്ളൂ. എന്തായാലും അല്പസമയത്തിനകം ഏകദേശം 9-നും 9:30-ക്കും ഇടയിലാണ് പ്രധാനമായിട്ട് ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. സംസാരിച്ചായിരുന്നോ? അപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉത്തരവ് കിട്ടിയതിന്റെ എന്തെങ്കിലും കാര്യം അവർ പറയുന്നുണ്ടോ? അവർക്ക് ഈ എല്ലാ ദിവസവും അവരവിടെ ഓഫീസിൽ ഉണ്ടാകുമോ? അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? പ്രധാനമായി അവർ പറയുന്നത് ഇന്ന് സാറ് തങ്ങളെ വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. മുൻപും ഇ ശ്രീധരനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവർ. മുൻ ഉദ്യോഗസ്ഥരാണ്, റെയിൽവേയിലുള്ള മുൻ ഉദ്യോഗസ്ഥരാണ്. സാറ് വിളിച്ചതിൻ്റെ ഭാഗമായി തങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇ ശ്രീധരനും ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ 4 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് DMRCക്ക് ലഭിക്കും. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഉപദേഷ്ടാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് വെക്കാൻ കഴിയും. അതിനകത്ത് നിയമപ്രശ്നം ഇല്ലെന്ന് തോന്നുന്നു. ആ ബോർഡ് കൂടിയാണ് നമ്മൾ കാണിക്കുന്നത്. മനോഹരമായ ഒരു ഓഫീസുണ്ട്. പക്ഷേ ഈ ഓഫീസിൽ യഥാർത്ഥത്തിൽ ചട്ടപ്രകാരമുള്ള ഒരു പിന്തുണയുണ്ടോ എന്നുള്ളതാണ്. DMRCയിൽ നിന്ന് ഒരു ഉത്തരവും ഇതുവരെ വന്നിട്ടില്ല. ഉത്തരവ് വരുന്നതിന് മുമ്പ് ഓഫീസ് തുറന്നു. അവിടെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ പൊന്നാനി ഓഫീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ഉപദേഷ്ടാവിന് സ്വന്തം ഇഷ്ടപ്രകാരം തുറക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അധികാരികളുടെ അനുമതി കിട്ടിയതിന് ശേഷമാണ് താനത് തുറന്നത് എന്നതാണ് ഇ ശ്രീധരൻ പറയുന്നത്. വാക്കാലുള്ള ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിൽ വാക്കാലുള്ള ഉറപ്പുകളേക്കാൾ നല്ലത് രേഖാമൂലമുള്ള ഉറപ്പുകൾ തന്നെയാണ്. അത് വരുമായിരിക്കും, അങ്ങനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഉദ്ഘാടന സമയത്ത് നമുക്ക് തിരിച്ചു വരാം. ഈ ശ്രീധരൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കുകയും ചെയ്യാം.